ഇവിടെ ഒരു പെൺകുട്ടിയുടെ വയറ് വീർത്തു വരികയാണ്. അവൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടുകയാണ്. അവൾ ചിന്തിക്കുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ്. എന്നാൽ അതൊരു ചെറിയ കുട്ടിയായിരുന്നു. അവളുടെ അമ്മ അവളെ സമാധാനിപ്പിച്ച് അത് വയറിൽ എന്തെങ്കിലും ചെറിയ രോഗമാകുമെന്ന് പറയുകയാണ്. മരുന്നൊക്കെ കഴിച്ച് ശരിയാവുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അന്ന് രാത്രി അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു. അവളുടെ പാരൻസ് അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ടെസ്റ്റിന് ശേഷം ഡോക്ടർ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അയക്കുകയാണ്. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ അന്നും അവൾക്ക് വയറുവേദന കൂടി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വയറ് പിന്നെയും വീർത്തു വലുതായി വരികയാണ്. മുമ്പത്തേക്കാളും വേദന വഷളായി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇത്തവണയും അൺയൂഷ്വലായിട്ട് ഡോക്ടർ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഡോക്ടർ വിശ്വാസമില്ലാതായി. അവർ അവളെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഡോക്ടർ ഇതൊരു റെയർ കണ്ടീഷൻ ആണെന്ന് പറയുകയാണ്. ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ വയറ് വലുതായി വരുന്നത്. എല്ലാ ദിവസവും രാത്രി അവൾക്ക് നല്ല വേദന കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ട്രീറ്റ്മെൻ്റ് എല്ലാം റോങ് ആണെന്ന് അവർ വിശ്വസിച്ചു. ഒരു ദിവസം അവളുടെ അനിയത്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടർ മെഡിസിൻ കൊണ്ട് ഉപകാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുന്നു. അവളുടെ അമ്മ ദൈവത്തെ പഴി പറയുകയാണ്. അവർ ഇനി പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോവുകയില്ലെന്ന് പറയുന്നു. ഒരു ദിവസം അവളുടെ അനിയത്തി കളിക്കുന്നതിനിടയിൽ മരത്തിൽ കയറാമെന്ന് അവളോട് പറയുകയാണ്. അങ്ങനെ അവർ മരത്തിലേക്ക് കയറുകയാണ്. പക്ഷേ അവൾ മരത്തിനുള്ളിൽ ഒരു വലിയ പൊത്തിലേക്ക് വീഴുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എല്ലാം വന്ന് രക്ഷിക്കാൻ നോക്കുകയാണ്. അവളുടെ അമ്മ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നീണ്ട 9 മണിക്കൂറിന് ശേഷം ഒരു മിറാക്കിൾ പോലെ അവളെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ മിറാക്കിൾ, അവളുടെ ആ വലിയ വയറ് കാണാതായി. അവളെ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വയറിൻ്റെ ആ വളർച്ച ഇല്ലാതായിരിക്കുകയാണ്. അങ്ങനെ അവൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അവരെല്ലാം വിശ്വസിച്ചു.